ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ കൈമുദ്രയുള്ള സഹൃദയരെ, കലാനിലയം. അതെ, കലയുടെ സർഗനിലാവുണരുന്ന നിലയം. ദൃശ്യശ്രവ്യാത്മകമായ കലാപ്രപഞ്ചത്തിൻ്റെ സമസ്ത മേഖലകളിലൂടെയുമുള്ള ഒരു മഹായാനമാണ് കലാനിലയത്തിൻ്റേത്. 1963 ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് ശ്രീ മന്നത്ത് പത്മനാഭൻ തിരിതെളിയിച്ചുണർത്തിയത് കലാനിലയത്തിൻ്റെ ഉറവ പറ്റാത്ത സർഗവൈഭവമായിരുന്നു. അരനൂറ്റാണ്ടിലേറെക്കാലം നാടകപ്രേമികളെ അതിശയിപ്പിച്ച് അത്ഭുതങ്ങളുടെയും മാന്ത്രിക സ്പർശങ്ങളുടെയും ആ രംഗഭാഷ നാടകാസ്വാദനത്തിൻ്റെ പുതിയ സഹൃദയഭാവങ്ങളെ തഴുകിയുണർത്തി. അങ്ങനെ കലാനിലയം സ്ഥിരം നാടകവേദിയുടെ കുരുക്ഷേത്രം ഓപ്പറ മലയാള നാടക ചരിത്രത്തിൽ അതോടെ ഒരു നാഴികക്കല്ലായി മാറി. ആദ്യമായി സ്ഥിരം നാടകവേദി എന്നുള്ള സങ്കല്പം കലാനിലയം കൃഷ്ണൻ നായരിലൂടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. കലാനിലയം കൃഷ്ണൻ നായരെന്ന മഹാപ്രതിഭയുടെ ഐന്ദ്രജാലികമായ അവതരണ ശൈലി അന്നേവരെ മറ്റൊരു നാടകത്തിലും നാടകപ്രേമികൾ കണ്ടിട്ടില്ലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ കണ്ട് പ്രേക്ഷകർ അന്ധാളിച്ചു. ഉമ്മിണിത്തങ്ക, ശ്രീകൃഷ്ണാവതാരം, ശ്രീ ഗുരുവായൂരപ്പൻ, താജ്മഹൽ, മലബാർ ലഹള, കായംകുളം കൊച്ചുണ്ണി, കടമറ്റത്ത് കത്തനാർ, അലാവുദ്ദീനും അത്ഭുതവിളക്കും, നാരദൻ കേരളത്തിൽ, അങ്ങനെ കലാനിലയത്തിനു മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായ രംഗഭാഷകൾ, പ്രമേയങ്ങൾ, സഹൃദയരിൽ നവോന്മേഷം പകരുന്ന അവതരണ രീതികൾ. അരനൂറ്റാണ്ടിലേറെക്കാലം കലാനിലയം നടത്തിയ ഈ രംഗസപര്യകൾ മലയാള നാടകപ്രേമികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. 1973 കലാനിലയത്തിൻ്റെ അഭിമാന സൃഷ്ടിയായ രക്തരക്ഷസ് എന്ന നാടകം 43 വർഷത്തോളം തുടർച്ചയായി അവതരിപ്പിച്ചുകൊണ്ട് കലാനിലയം ചരിത്രത്തിൽ ഇടം നേടി. സ്റ്റേജിലെ അത്ഭുത വിദ്യകൾ പൂർണ്ണതയോടെ അവതരിപ്പിക്കുക. നാടകം കണ്ടിറങ്ങുന്നവർ അതിശയിച്ചു. കലാനിലയം കൃഷ്ണൻ നായരുടെ സാഹസികമായ നാടകയാത്രയിൽ കൂട്ടിന് അഭിനേത്രി കൂടിയായ സഹധർമ്മിണി കൊടുങ്ങല്ലൂർ അമ്മിണിയമ്മയും ഉണ്ടായിരുന്നു. 1980 ഏപ്രിൽ 24 കൃഷ്ണൻ നായരെന്ന ആ നാടക താപസൻ്റെ ദേഹവിയോഗത്തോടെ അദ്ദേഹത്തിൻ്റെ മകൻ അനന്തപത്മനാഭൻ അച്ഛൻ്റെ പാത പിന്തുടർന്നു. സഹായത്തിനും ഉപദേശത്തിനുമായി ശ്രീ ജഗതി ശ്രീകുമാറും അനന്തപത്മനാഭൻ്റെ കൂടെ തന്നെ നിന്നു. കലാനിലയമെന്ന മഹാപ്രസ്ഥാനത്തെ പുതിയ രൂപഭാവങ്ങളോടെ അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ രംഗത്ത് കൊണ്ടുവന്നു. ഇതാ ഇപ്പോൾ കലാനിലയം കിടുംബി എന്ന അനശ്വര ശില്പത്തിലെത്തി നിൽക്കുന്നു. കലാനിലയം അനന്തപത്മനാഭൻ്റെയും ഡോക്ടർ ബിന്ദുവിൻ്റെയും പ്രിയപുത്രിയും അമൃത യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഗായത്രി ഗോവിന്ദ് എന്ന അഭിനയ പ്രതിഭയാണ് ഇവിടെ കിടുംബിയായി പരകായ പ്രവേശം ചെയ്യുന്നത്. ഇനി കിടുംബിയെക്കുറിച്ച്. മഹാഭാരതമെന്ന ഇതിഹാസത്തിൻ്റെ നിത്യമൗനം തളം കെട്ടി നിൽക്കുന്ന താളുകളിൽ ധർമാധർമ്മങ്ങൾ പരസ്പരം വെട്ടിമരിച്ച യുദ്ധഭൂമി കുരുക്ഷേത്രം. ഉറ്റവരെയും ഉടയവരെയും പരതുന്ന അനാഥത്വങ്ങൾ. അവർക്കിടയിൽ സ്വന്തം മകൻ്റെ മൃതദേഹം തേടി വരുന്ന കിടുംബി. അവളുടെ അന്തരംഗ സംഘർഷങ്ങൾ. യുദ്ധം എന്ന വ്യർത്ഥ കലാപം ജനതയിൽ ഉളവാക്കുന്ന വിപത്തുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അരക്കില്ലം കത്തി ദഹിച്ച് പാണ്ഡവർ വനവാസത്തിനിറങ്ങിയ കാലം. കിടുംബി ആദ്യമായി ഭീമസേനെ കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചാണ്. പാണ്ഡവരിൽ മധ്യമനായ ആ മഹാകായനെ കൊന്നു തിന്നാനാണ് അവൾ ഒരുങ്ങിയതെങ്കിലും ഭീമനുമായുള്ള അഭിമുഖം അവളിൽ പ്രണയമുണർത്തുന്നു.
ഹിഡുംബിയുടെ സഹോദരനായ ഹിഡുംബനും ഭീമനും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടക്കുന്നു. അതിൽ ഹിഡുംബൻ കൊല്ലപ്പെടുന്നു. ഭീമസേനൻ ഹിഡുംബിയെ വിവാഹം കഴിച്ച് അവളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നു. എങ്കിലും ഏകചക്ര എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറുന്ന പാണ്ഡവർ ഗർഭിണിയായ ഹിഡുംബിയെ കാട്ടിലുപേക്ഷിക്കുന്നു. അടിയാളവർഗത്തിൻ്റെ പുറന്തള്ളപ്പെടൽ ഇവിടെ ആരംഭിക്കുന്നു. അതിശക്തനായ ഭർത്താവും കരുത്തനായ സഹോദരനും പർവ്വതതുല്യനായ മകനുമുണ്ടായിട്ടും ഹിഡുംബി എന്ന സ്ത്രീ അനാഥയാവുന്നു. ഹിഡുംബിയുടെ വിചാരതലങ്ങളിലേക്ക് ആധുനിക തലമുറയുടെ പ്രതീകാത്മക ബിംബമായ യാമിനി കടന്നുവരുന്നു. അഭയമാകേണ്ട സഹോദരനാൽ മാനം നഷ്ടപ്പെട്ടവൾ പുതിയ കാലത്തിൻ്റെ ഹൃദയസംഘർഷങ്ങൾ ഹിഡുംബിയുമായി ചേർത്ത് വയ്ക്കുന്നു. ഇവിടെ ഇന്നലകൾ ഇന്നുകളിലേക്കും ഇന്നുകൾ നാളകളിലേക്കും പരിവർത്തനം ചെയ്യപ്പെടുകയായി. യുദ്ധങ്ങൾ, ഹൃദയശൂന്യത, അനാഥത്വങ്ങൾ ഇവയെല്ലാം ഹിഡുംബിയിലൂടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഗാനരചന എസ് രമേശൻ നായർ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, കാക്കൂർ സോമരാജൻ. സംഗീതം വിദ്യാധരൻ. ആലാപനം വിദ്യാധരൻ, മധു ബാലകൃഷ്ണൻ, പ്രിയ ആർ പൈ, അശ്വതി വിജയൻ. ക്രിയേറ്റീവ് ഡയറക്ടർ കലാനിലയം അനന്തപത്മനാഭൻ. രചന സംവിധാനം ഗിരീഷ് പി സി പാലം. അവതരണം കലാനിലയം. ഹിഡുംബി, an arrow from the past.